ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് വിശേഷിപ്പിക്കാം. ഈ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതിനു മുന്നോടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വമ്പൻ സിനിമയായ ഭബബ ഇറങ്ങിയിട്ടും രാജാവായി വിലസുന്നത് അത് കളങ്കാവൽ തന്നെയാണ്. കാരണം ആദ്യ ദിനത്തെ കളക്ഷനൊന്നും നമുക്ക് എടുത്തു നോക്കാം. ഒരു ഹൈപ്പോ ഒരു പ്രതീക്ഷയോ ഒന്നുമില്ലാതെ വന്ന ഈ ഒരു സിനിമ ഒറ്റ പ്രതീക്ഷ മമ്മൂട്ടി ഗംഭീര അഭിനയമായിരിക്കും. ആ ഒരു സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് മറിച്ചു നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, 15.7 കോടിയാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിനം നേടാൻ കഴിഞ്ഞത്. അത്ര ചെറിയ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ആദ്യ ദിനത്തെ കളക്ഷൻ ബബബ എന്ന ചിത്രത്തിന് നേടാൻ കഴിഞ്ഞു എന്ന് നോക്കിയാൽ പുറത്ത് വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഒഫീഷ്യലായി തന്നെ വന്നിരിക്കുന്നത് 15.64 കോടി. അതായത് ഈ ഒരു ക്രിസ്മസിനിറങ്ങിയ ഡിസംബറിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ആദ്യ ദിന കളക്ഷനിൽ നമുക്ക് കളങ്കാവലിനെ തൊടാൻ ബബബയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് നേരെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. 463 ഷോകളാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 11,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത് ട്രാക്കേഴ്സ് പറയുന്നത്. ബുക്ക് മൈ ഷോ കണക്കുകൾ വ്യത്യാസമാണ്. ബുക്ക് മൈ ഷോ മാത്രമല്ല ടിക്കറ്റുകൾ വിൽക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒരുപക്ഷെ 8,000 അല്ലെങ്കിൽ 7,500 ടിക്കറ്റ് ആയിരിക്കാം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത്. പലരുടെയും കമൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. അതായത് ദിലീപ് ചിത്രമായ ബബബയ്ക്ക് ഇന്നലെ വിറ്റുപോയത് 4 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ട്രാക്കേഴ്സ് മുഖാന്തരം. ബുക്ക് മൈ ഷോയിൽ വന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എത്രയെന്നറിയാം. ഇനിയുള്ള കണക്കുകളിലേക്ക് വരാം. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 18,10,000 രൂപയോളമാണ്. അതായത് ഇന്നലെ നേടിയ 23 ലക്ഷം രൂപയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ വരുന്നു. അതിന് മുകളിലുള്ള ഒക്യുപ്പൻസി സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ 12.22% ഇന്ന് 12.82% ഒക്യുപ്പൻസി. അതായത് ഇന്നും പ്രതീക്ഷിക്കുന്നു സിനിമ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കടക്കുമെന്നുള്ളത്. 80 കോടിയും കടന്ന സിനിമ 81 കോടിയിലേക്ക് ടച്ച് ചെയ്യപ്പെടുകയാണ്. കാരണം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40-45 ലക്ഷം രൂപ നേടുന്ന ചിത്രം 50 ലക്ഷം രൂപയോളമാണ് കഴിഞ്ഞ ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയും കൂടെ ചേർത്ത് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ ഇന്ന് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ ഉണ്ടാകും. വലിയ രീതിയിലുള്ള തിയേറ്റർ കൗണ്ട് അവിടെ ഇന്നും ഓടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ 1 കോടിക്ക് മുകളിൽ ഇന്നത്തെ കളക്ഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനി 80 കോടിയുടെ ആ ഒരു പോസ്റ്റർ വിടുന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണെങ്കിലും അത് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം. മമ്മൂട്ടിയാണ് ഇടില്ല എന്ന് പലരും പറഞ്ഞാൽ ഇക്കുറി അത് മമ്മൂട്ടി കമ്പനി ഇടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 കോടി കടന്ന സിനിമ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം കട്ടയ്ക്ക് കൂടെ വേണം. മീഡിയാസ്.